നമസ്കാരം. KPCCയുടെ പുനഃസംഘടന വീണ്ടും വൈകുവാൻ തന്നെയാണ് സാധ്യത. അതിനിടയിൽ KPCC പ്രസിഡന്റിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മാറ്റാനുള്ള സാധ്യതയുമില്ല. കണ്ണൂരിൽ വൻ വിജയം നേടിയ കെ സുധാകരനെ മാറ്റുന്നത് ഗ്രൂപ്പിസം കൂട്ടുമെന്ന ഒരു തിരിച്ചറിവിലാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തുന്നു. ഈ സാഹചര്യത്തിൽ KPCC ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനാകും ഇനിയുള്ള ശ്രമം. ചേലക്കരയും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും ഒക്കെ നിർണായകമാണ്. ഈ രണ്ട് സീറ്റുകളിലും ജയിച്ചാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കരുത്ത് കൂടുക തന്നെ ചെയ്യും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് KPCC പുനഃസംഘടന അടക്കം ഇതിനൊക്കെ ശേഷം മതി, തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മതി എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. തദ്ദേശത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി നിലവിലെ KPCC DCC ഭാരവാഹികളുടെ ക്യാമ്പ് അടുത്ത മാസം വയനാട് സംഘടിപ്പിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. സംഘടനയെ താഴെത്തട്ടിൽ നിന്ന് ശക്തിയാക്കാൻ വേണ്ടിയിട്ട് സുധാകരൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC നേതൃയോഗത്തിലൊക്കെ പുനഃസംഘടനാ ചർച്ചകളൊന്നും നടന്നില്ല എന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും സംഘടനാ ദൗർബല്യം ബൂത്ത് തല പ്രവർത്തനങ്ങളെ ബാധിച്ചെന്ന് സ്ഥാനാർത്ഥികളടക്കം പരാതിപ്പെട്ടു. നിലവിലെ അവസ്ഥ തുടർന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിക്കുമെന്ന ആശങ്ക കൂടി ചില നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ ദൗർബല്യം മാറ്റും, ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ട് KPCC അധ്യക്ഷൻ സുധാകരൻ ഉടൻ തന്നെ പ്രവർത്തനങ്ങൾ തുടരാൻ പോവുകയാണ്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സുധാകരനെ മാറ്റുമെന്നൊരു അഭ്യൂഹം നേരത്തെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, പല നേതാക്കന്മാരുടെയും പേരുകൾ വന്നിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സുധാകരൻ കൂടുതൽ കരുത്തനായി എന്ന് പറയാം. കണ്ണൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലെ വിജയം കോൺഗ്രസിലെ എതിരാളികളെ മാത്രമല്ല പലരെയും അമ്പരപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാൻ സുധാകരന് പ്രത്യേക ഒരു ശൈലിയുണ്ട്, ഒരു മാർഗമുണ്ട്. ഈ ശൈലിയും കോൺഗ്രസിന് അനിവാര്യമായി കാണുന്നു എന്നുള്ളതാണ്. AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും നിലവിൽ KPCCയിൽ മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് KPCCയിലെ മാറ്റം പതുക്കെയാക്കാം എന്ന് കരുതുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം അത് 5 ലക്ഷത്തിന് മുകളിലാക്കണം എന്നുള്ള ടാർഗറ്റ് മാത്രമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും KPCC മുന്നോട്ട് വെക്കുന്നതാണ്. അതാണ് അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പാലക്കാട് ചേലക്കരയിലും ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു തരംഗം ആഞ്ഞടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ്. സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങൾക്കുള്ള പ്രാതിനിധ്യവും പുനഃസംഘടനയുടെ ഉറപ്പാക്കണമെന്ന ചർച്ച അതുകൂടി ഇപ്പോൾ KPCCയിൽ സജീവമാണ്. KPCCയിൽ കൂടുതൽ യുവാക്കളെ കൊണ്ടുവരണമെന്നുള്ള ഒരു വാദവും ഇപ്പോൾ നടക്കുന്നു. ഇതെല്ലാം ഇനി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും നടക്കാൻ പോകുന്നത്. ചർച്ചകൾ പോലും അതിനുശേഷം മതി എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഒക്കെ നിലപാടെന്ന് പറയുന്നത്. ഒപ്പം തന്നെ K മുരളീധരനെ അനുനയിപ്പിച്ചു നിർത്താൻ വേണ്ടതെല്ലാം ഇപ്പോൾ KPCC ചെയ്യാൻ പോവുകയാണ്. മുരളീധരനെ ഒരു കാരണവശാലും അകലാൻ അനുവദിക്കരുത് എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് എന്ന് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സജീവമാകില്ലെന്ന് വ്യക്തമാക്കി മുരളീധരൻ രംഗത്ത് വന്നിരുന്നു. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ മാത്രമാണ് സജീവമാകുക എന്നും ഗാന്ധി കുടുംബത്തിലെ അംഗം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനും കഴിയില്ല എന്നുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞിരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു മണ്ഡലങ്ങളിൽ പാർട്ടി മറ്റു നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നും ആണ് ഇപ്പോൾ മുരളീധരൻ പറയുന്നത്. തൽക്കാലം തിരുവനന്തപുരത്ത് മാത്രമേ പാർട്ടിയെ നയിക്കാനായുള്ളൂ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമേ ഇനി പ്രവർത്തിക്കുകയുള്ളൂ എന്നുകൂടി മുരളീധരൻ പറഞ്ഞു. അപ്പോൾ മുരളീധരനെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ബാധ്യത കൂടി KPCCക്കുണ്ട്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഒരു കുഴപ്പമില്ല എന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിലാണ് 20ൽ 18 സീറ്റും കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞതെന്നും മുരളീധരൻ സമ്മതിക്കുന്നുണ്ട്. KPCC അധ്യക്ഷനാകണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ടെന്ന ചോദ്യത്തിന് അതിന് പ്രവർത്തകരുടെ വികാരം, അതൊക്കെ പ്രവർത്തകരുടെ വികാരം മാത്രമാണെന്നും സാമുദായിക സമവാക്യങ്ങൾ നോക്കിയാണ് KPCC അധ്യക്ഷനെ തീരുമാനിക്കേണ്ടതെന്ന് കൂടി മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് മുരളീധരന് പോലും സുധാകരനെ അംഗീകരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഈ സാഹചര്യവും സുധാകരന് അനുകൂലമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് മറ്റൊരു തീരുമാനമെടുക്കില്ല. KPCCയുടെ പുനഃസംഘടന എന്ന് പറയപ്പെടുന്നത് വൈകിയേക്കും. കാരണം പ്രിയങ്ക ഗാന്ധി കൂടി മത്സരിക്കാൻ എത്തുമ്പോൾ ഇവിടെ ഗ്രൂപ്പിസം മറന്നുകൊണ്ടുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഇവിടെ KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്നവരിൽ പലരും, അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് KC വേണുഗോപാൽ അടക്കം അങ്ങനെ ചില മൗനാനുവാദങ്ങളൊക്കെ നൽകി സുധാകരനെ മാറ്റുവാനുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയതാണ്. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ വരവ്, വയനാട്ടിലേക്കുള്ള വരവ് വലിയ അടി നൽകിയിരിക്കുന്നത് ഈ AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ തന്നെയാണ്. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഒരു വലിയ അടുപ്പമാണ് എപ്പോഴും KPCCയിൽ വരെ കടന്നു കയറുവാനുള്ള ഒരു ശ്രമം ഈ വേണുഗോപാൽ നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് അക്ഷരാർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതേസമയം പ്രിയങ്ക ഗാന്ധിയുമായ ഇത്തരത്തിലുള്ള അടുപ്പം ഉണ്ടാക്കിയെടുക്കുവാൻ KC വേണുഗോപാലിനായിട്ടില്ല. KC വേണുഗോപാലിന് രാഹുൽ ഗാന്ധിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷെ അത്തരത്തിലുള്ളൊരു ബന്ധം പ്രിയങ്ക ഗാന്ധിയുമായിട്ടില്ല. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് എത്തപ്പെടുന്ന പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പോലെ ആയിരിക്കില്ല. പ്രിയങ്ക ഗാന്ധി അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സമസ്യകളിൽ ഇടം പിടിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രത്യേക പങ്കുവഹിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കേരളത്തിലെ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കും. മാത്രമല്ല
കേരളത്തിൽ ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന KC വേണുഗോപാലിനെ പോലുള്ളവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും KPCC പുനഃസംഘടന നടക്കാതെ അത് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നടത്തുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഹൈക്കമാൻഡ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് ഗ്രൂപ്പ് മറന്നുകൊണ്ട് കൈമെയ് മറന്ന് പ്രിയങ്ക ഗാന്ധിയെ 5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. എന്നാൽ മുൻപിൽ ഈ KC വേണുഗോപാലിനെ പോലുള്ളവർ പാർട്ടിയെ പിടിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത് വളരെ ഗൂഢമായി നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അതിന് തടയിടുകയാണ് ഇവിടെ ഇപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ വരവ് എന്ന് പറയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ഈ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് പോവുകയും ഒപ്പം തന്നെ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ നെഹ്റു കുടുംബത്തിലെ 3 പേരുണ്ട്. ആ 3 പേരും പല തട്ടുകളിലായി വലിയ രാഷ്ട്രീയ മാറ്റമാണത്. കാരണം ദക്ഷിണേന്ത്യയിലേക്ക് എത്തപ്പെടുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു അനുഭവ പരിചയം ഒക്കെ വളരെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയും. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി ഹിന്ദി ഹൃദയഭൂമിയിൽ അദ്ദേഹത്തിന്റെ മേൽക്കോയ്മ നേടുവാനുള്ള ശ്രമം നടത്തും. അങ്ങനെ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം. സോണിയാഗാന്ധി രാജ്യസഭയിൽ അവരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കൃത്യമായ ഇടപെടലുകൾ നടത്തുവാനുള്ള ശ്രമം. അങ്ങനെ ഈ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവരുടെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. അത് കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ഒരു മരുന്നാണ്, ഒരു മറുമരുന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് KC വേണുഗോപാലിനെ പോലുള്ളവരുടെ മുഖ്യമന്ത്രി മോഹങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും KPCCയുടെ പുനഃസംഘടന എന്ന് പറയപ്പെടുന്നത് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മാത്രമായിരിക്കും നടത്തുക. എന്തായിരുന്നാലും വീണ്ടും ചിലപ്പോൾ K. സുധാകരനെ തന്നെ മുൻനിർത്തി മുന്നോട്ട് പോകാനായിരിക്കും ഹൈക്കമാൻഡിന്റെ തീരുമാനം.